So welcome to a new chapter, chapter 6, classifications. First question, ഒന്നാമത്തെ ചോദ്യം. How archaebacteria differ from other bacteria? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. How എങ്ങനെയാണ് ആർക്കിബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്നും ഡിഫർ അതായത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. സോ ദ ആൻസർ ഈസ് ആർക്കിബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ, അതായത് ആർക്കിബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇൻ ദെയർ സെൽ വാൾ എന്നാണ് ഒന്നാമതായിട്ട് അവ എന്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അവ കോശഭിത്തിയിലാണ്. അതായത് ഒന്നാമത്തത് ഇൻ ദെയർ സെൽ വാൾ, അതായത് അവയുടെ ഭിത്തിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് സെൽ മെമ്ബ്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോശസ്തരം എന്ന് പറയുന്നതിലും. അപ്പോൾ ഒന്ന് കോശഭിത്തിയിൽ സെൽ വാൾ, രണ്ടാമതായിട്ട് സെൽ മെമ്ബ്രൈൻ അല്ലെങ്കിൽ കോശസ്തരത്തും കൊണ്ടും, മൂന്നാമതായിട്ട് പ്രോട്ടീൻ സിന്തസിസ് എന്ന് വെച്ചാൽ നിർമ്മാണം. അപ്പം പ്രോട്ടീനിൻ്റെ നിർമ്മാണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വിവരിച്ചാൽ ദേ ക്യാൻ ഓവർകം എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ, അതായത് അവയ്ക്ക് ഏത് തരത്തിലുള്ള അതായത് പ്രതികൂല സിറ്റുവേഷൻ സാഹചര്യവും എന്തു ചെയ്യാം? തരണം ചെയ്യുവാനുള്ള കഴിവുണ്ട്. അതായത് ഓവർകം തരണം ചെയ്യുക. അപ്പം അവയ്ക്ക് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു വേർഡ് കണ്ടു, പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക എന്താണ് പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ് ഈസ് എ കോർ ബയോളജിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് വാട്ട് ഈസ് പ്രോട്ടീൻ സിന്തസിസ് എന്നൊരു ചോദ്യം വന്നാൽ എഴുതുക. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഒക്യൂറിങ് ഇൻസൈഡ് സെൽ. അവ എവിടെയാണ് സംഭവിക്കുന്നത്? ഒരു കോശത്തിൻ്റെ അകത്താണ് സംഭവിക്കുന്നത്. സംഭവിക്കുക ഇൻസൈഡ് സെൽ, കോശത്തിൻ്റെ അകത്താണ് ഇത് എന്ത് സംഭവിക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് സംഭവിക്കുന്നത്. ബാലൻസിങ് ദ ലോസ് ഓഫ് സെല്ലുലാർ പ്രോട്ടീൻസ് ത്രൂ ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോട്ടീൻസ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ജീവൽ പ്രക്രിയകൾക്ക് മെറ്റാബോളിസത്തിന് ആവശ്യമായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ പ്രോട്ടീൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ്? ന്യൂ പ്രോട്ടീനെ, ഈ സെല്ലിനകത്ത് ന്യൂ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീനെ ഉപയോഗിക്കുകയും അങ്ങനെ തീരുമ്പോൾ വീണ്ടും പ്രോട്ടീനെ നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നാം എന്ന് പറയുന്നത്? പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു എക്സ്ട്രാ ഭാഗമാണ്. നമ്മളുടെ പുസ്തകത്തിൽ നിങ്ങൾ ഒരുപക്ഷെ കണ്ടില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹൗ ആർക്കിബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ. എങ്ങനെയാണ് ആർക്കിബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കുന്നത്? ഒന്നാമതായിട്ട് സെൽ വാള്, രണ്ടാമതായിട്ട് സെൽ മെമ്മറൈൻ, മൂന്നാമതായിട്ട് പ്രോട്ടീൻ സിന്തസിസ്, നാലാമതായിട്ട് ദേ ക്യാൻ ഓവർകം എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രതികൂല അവസ്ഥകളെയും അവയ്ക്ക് ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ആർക്കിബാക്ടീരിയ? നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ആർക്കിബാക്ടീരിയ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ എഴുതുകയാണ്. ആർക്കിബാക്ടീരിയാസ് ആർ ദ ഓൾഡസ്റ്റ് ലിവിങ് ഓർഗാനിസം ഓൺ എർത്ത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ആർക്കിബാക്ടീരിയകളാണ് ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഓൾഡസ്റ്റ്, അതായത് പ്രായം കൂടിയ ലിവിങ് ഓർഗാനിസം, ജീവിക്കുന്ന ജീവജാലങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയതിനെ ഏതായിട്ടാണ് നമ്മൾ കാണേണ്ടത്? ആർക്കിബാക്ടീരിയയാണ്. ആർക്കിബാക്ടീരിയാസ് ആർ ക്ലാസിഫൈഡ് ആസ് ബാക്ടീരിയ ബിക്കോസ് ദേ റിസംബിൾ ബാക്ടീരിയ അണ്ടർ മൈക്രോസ്കോപ്പ്. ഇനി രണ്ടാമതായിട്ട് ആർക്കിബാക്ടീരിയ എന്തുകൊണ്ടാണ് ആർക്കിബാക്ടീരിയ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആർക്കിബാക്ടീരിയയെ ക്ലാസിഫൈഡ് അല്ലെങ്കിൽ വർഗീകരിച്ചിരിക്കുന്നു ആസ് ബാക്ടീരിയ ആയിട്ട് വർഗീകരിച്ചിരിക്കുന്നതിൻ്റെ കാരണം ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ കാരണം ദേ റിസംബിൾ, അവ എന്തു ചെയ്യുന്നു? റിസംബിൾ ചെയ്യുന്നു, ഒരുപോലെ തന്നെ ഇരിക്കുന്നു. എന്താണ്? ബാക്ടീരിയയെ പോലെ തന്നെ ഇരിക്കുന്നു അണ്ടർ എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൽ കൂടി നിരീക്ഷിക്കുമ്പോൾ അവ ബാക്ടീരിയയെ പോലെ തന്നെ കാണപ്പെടുന്നത് കൊണ്ടാണ് അവയെ എന്തു പറയുന്നത്? അവയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തായിട്ട്? ബാക്ടീരിയ ആയിട്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ആർക്കിബാക്ടീരിയ ഹാവ് എ യൂണീക്ക് സെൽ വാൾ സ്ട്രക്ചർ ദാറ്റ് ഹെൽപ്പ് ദം ടു സർവൈവ് എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സ്. നമ്മൾ മനസ്സിലാക്കുക, ആർക്കിബാക്ടീരിയയുടെ ആ
സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തി അവയ്ക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള കോശം വാൾ ഭിത്തി ആണുള്ളത്. സ്ട്രക്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ എക്സ്ട്രീം എൻവയോൺമെൻറ്റ്. അവ എന്ത് ചെയ്യുന്നു? നമ്മളെ വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം ഉള്ള എൻവയോൺമെൻറ്റ് അന്തരീക്ഷങ്ങളിൽ കൂടി സർവൈവ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ നിലനിൽക്കുവാനായിട്ട് അവയെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ആർക്കി ബാക്ടീരിയയ്ക്ക് എന്ത് ചെയ്യുന്നു? വളരെ പ്രയാസമുള്ള അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യത്തിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദേ ഹാവ് എ യുണീക്ക് സെൽ വാൾ. അപ്പോൾ ഏതെല്ലാമാണ് ആ പ്രതികൂല സാഹചര്യം എന്നാണ് പറയുന്നത്? സച്ചാസ് ഏതുപോലെ? ഹോട്ട് സ്പ്രിംഗ്, അതായത് ചൂട് നീരുറവകൾ, സോൾട്ടി ഏരിയാസ്, ഉപ്പ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മാർഷി ഏരിയാസ്, കൂടുതലായിട്ട് ചതുപ്പ് നിലങ്ങളിലെല്ലാം ഈ ആർക്കി ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആർക്കി ബാക്ടീരിയയുടെ ബോഡി സ്പെഷ്യാലിറ്റികൾ എന്താണ്, അല്ലെങ്കിൽ അവയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്ന കേസാണ് ദേ ആർ ദ ഓൾഡസ്റ്റ് ലിവിങ് ഓർഗാനിസം ഓൺ എർത്ത്. അതായത് ഭൂമിയിലെ ഏറ്റവും പ്രായം കൂടിയ ജീവജാലങ്ങളിൽ ഒന്നാണത്. ആർക്കി ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ആസ് ബാക്ടീരിയ. അവയെ ബാക്ടീരിയയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബാക്ടീരിയയുടെ ഗണത്തിലാണ് അവയെ പെടുത്തിയിരിക്കുന്നത്. കാരണം ദേ റിസംബിൾ, അവ ഒരു ബാക്ടീരിയയെ പോലെ ഇരിക്കുന്നു അണ്ടർ മൈക്രോസ്കോപ്പിൽ ബാക്ടീരിയയെ പോലെ ഇരിക്കുന്നു. ബാക്ടീരിയ ഹാവ് യുണീക്ക് സെൽ വാൾ. അവയ്ക്ക് അവയുടേതായ ഒരു സെൽ കോശഭിത്തിയുണ്ട്. സെൽ സ്ട്രക്ചർ, ആ കോശത്തിനൊരു സ്ട്രക്ചറുണ്ട്. അവ എന്ത് ചെയ്യുന്നു? പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കുവാനായിട്ട് അവയെ സഹായിക്കുന്നു. ഇനിയും ഈ സ്പെഷ്യാലിറ്റി എന്നുള്ള ചോദ്യത്തിന് നമുക്ക് 5 മാർക്കിൻ്റെയൊക്കെ ഒരു ചോദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ മുകളിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി എഴുതുക. ഓക്കെ, അതുകൂടെ എഴുതി കഴിയുമ്പോൾ ഈ ഉത്തരം കുറച്ചുകൂടി സ്പഷ്ടമായിരിക്കും, എലാബറേറ്റ് ആയി തീരും. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നൗ വി ആർ മൂവിങ് ഇൻ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഡു ആർക്കി ബാക്ടീരിയ ബിലോങ്സ് ടു ദ കിങ്ഡം മൊനീറിയ? അതായത് ഇവിടെ ഈ കുട്ടി, നമ്മൾ ആ പുസ്തകത്തിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു പിക്ചറായിട്ട് തന്നിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഒരു സംശയം ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: ആർക്കി ബാക്ടീരിയ കിങ്ഡം മൊനീറിയയിൽ ഉൾപ്പെടുമോ? ഡു ആർക്കി ബാക്ടീരിയ ബിലോങ്സ് ടു കിങ്ഡം മൊനീറ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കി ബാക്ടീരിയാസ് ആർ ബിലോങ്സ് ടു ദ കിങ്ഡം മൊനീറ ആൻഡ് ആർ ക്ലാസിഫൈഡ് ആസ് ബാക്ടീരിയ ബിക്കോസ് ദേ റിസംബിൾഡ് ബാക്ടീരിയ വെൻ ഒബ്സർവ്ഡ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഉത്തരം. അതായത് ആർക്കി ബാക്ടീരിയാസ് ബിലോങ്സ് ടു ദ കിങ്ഡം മൊനീറ, അതായത് ആർക്കി ബാക്ടീരിയ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുന്നവയാണ്. ആൻഡ് ആർ ക്ലാസിഫൈഡ് ആസ് ബാക്ടീരിയ, അവയെ വർഗീകരിച്ചിരിക്കുന്നത് ബാക്ടീരിയ ആയിട്ടാണ് അവയെ വർഗീകരിച്ചിരിക്കുന്നത്. ബിക്കോസ് ദേ റിസംബിൾ ബാക്ടീരിയ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവ ബാക്ടീരിയയെ പോലെ തന്നെ ഇരിക്കുന്നു. വെൻ ഒബ്സർവ്ഡ് അണ്ടർ എ മൈക്രോസ്കോപ്പ്, അവയെ ഒരു മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ ഒരു പുതിയ വാക്ക് പഠിച്ചിട്ടുണ്ട്, ഇല്ലയോ? എന്താണ് ആ വാക്കിൻ്റെ പേരെന്താണ്? കിങ്ഡം മൊനീറിയ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പഠിച്ചു. അപ്പം അതെന്താണെന്ന് അറിയുവാനുള്ള ഒരു ജിജ്ഞാസ നിങ്ങൾക്കുണ്ടായിരിക്കും. സോ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ കംസ്: വാട്ട് ഈസ് കിങ്ഡം മൊനീറിയ? എന്താണ് കിങ്ഡം മൊനീറ എന്ന് പറഞ്ഞാൽ? മൊനീറ ഈസ് എ ഹിസ്റ്റോറിക്കലി എ ബയോളജിക്കൽ കിങ്ഡം ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രൊക്രിയേറ്റേഴ്സ്. അതായത് ഈ മൊനീറിയ എന്ന് പറയുന്നത് ഒരു ജീവശാസ്ത്രപരമായ ഒരു പ്രത്യേകതരം കിങ്ഡം അല്ലെങ്കിൽ ഒരു വർഗമാണ്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രൊക്രിയേറ്റേഴ്സ്. അവയെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവയ്ക്കുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവ പ്രൊക്രിയേറ്റേഴ്സിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആ സച്ച് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ സെൽ ഓർഗാനിസം ദാറ്റ് ലാക്ക് എ ന്യൂക്ലിയസ്. അതായത് ഈ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയ്ക്ക് എന്ത് ചെയ്യുന്നു? കമ്പോസ്ഡ് ഓഫ് സിംഗിൾ സെൽ. ആ ജീവജാലങ്ങൾ എന്താണ്? മൊനീറിയ കിങ്ഡത്തിലുള്ള ജീവജാലങ്ങൾ എങ്ങനെയാണ് കമ്പോസ്ഡ് ഓഫ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? സിംഗിൾ സെൽ കൊണ്ടാണ്. അവ സിംഗിൾ സെല്ലുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. രണ്ടാമതായിട്ട് ഓർഗാനിസം ദാറ്റ് ന്യൂക്ലിയസ്. അവയ്ക്ക് ന്യൂക്ലിയസും ഉണ്ടായിരിക്കില്ല. അതായത് പ്രൊക്രിയേറ്റീവ് സെൽ എന്ന് വെച്ചാൽ ഒരു സെല്ലിന്, സാധാരണ ഒരു സെല്ലിന് വേണ്ടുന്ന എല്ലാ ക്വാളിഫിക്കേഷനും അതിനകത്ത് കാണണം എന്നില്ല. ഓക്കെ. അപ്പം ഈ കിങ്ഡം മൊനീറിയയിലുള്ള ജീവജാലങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ ഏകകോശ ജീവികളാണ്, സിംഗിൾ സെൽ ക്രീച്ചേഴ്സാണ്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രൊക്രിയേറ്റേഴ്സ്. അവ പ്രൊക്രിയേറ്റേഴ്സ് കാറ്റഗറിയിൽ പെടുന്നവയാണ്. അവയ്ക്ക് സിംഗിൾ സെൽ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ അവയ്ക്കിടെ ഓർഗാനിസത്തിൽ കൃത്യമായ ഒരു ന്യൂക്ലിയസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്: വാട്ട് led to the addition and updation in classification
മെത്തേഡ് ഇൻ ഓർഗാനിസം എന്താണ് ജീവജാലങ്ങളുടെ ക്ലാസ് വർഗീകരണത്തിൻ്റെ അപ്ഡേഷന് കൂടുതലാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിരിക്കുന്നത്? എന്താണ് ജീവജാലങ്ങളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട്? അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിപുലപ്പെടുത്തുക, അതായത് കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ വിപുലപ്പെടുത്തുക അല്ലെങ്കിൽ പുതുക്കുക എന്നൊക്കെ നമുക്കിവിടെ പറയാം. അപ്പം എന്താണ് ജീവജാലങ്ങളെ വർഗീകരണത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയത് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ജീവജാലങ്ങളുടെ വർഗീകരണത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം: ഐഡൻറ്റിഫൈങ് ഓർഗാനിസം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദിയർ ക്യാരക്ടറിസ്റ്റിക്സ് ലീഡ്സ് ടു ദ അഡീഷൻ ആൻഡ് അപ്ഡേഷൻ ഇൻ ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. നമ്മൾ മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈയിങ് ഓർഗാനിസം, അതായത് ഓരോ ജീവജാലങ്ങളെയും ഐഡൻറ്റിഫൈയിങ് തിരിച്ചറിയുന്നതിനും, രണ്ടാമതായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ദിയർ ക്യാരക്ടറിസ്റ്റിക്സ്, അവയുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുകയും ചെയ്തതാണ് എന്ത് ചെയ്യുന്നത്? വർഗീകരണ രീതികൾ, അതായത് ക്ലാസിഫിക്കേഷൻ മെത്തേഡിൽ അപ്ഡേഷനും അഡീഷനും നടത്തുന്നതിനായിട്ട് നമ്മളെ സഹായിച്ചിരിക്കുന്നത്. അതായത് അപ്ഡേഷനും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കലുകളും, അതുപോലെ തന്നെ തിരുത്തലുകളും അല്ലെങ്കിൽ അഡീഷനുകളും പുതുക്കലുകളും വരുത്തുന്നതിനായിട്ട് നമ്മളെ സഹായിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോവുകയാണ്.